യെസ്, ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതായത് പ്രോസിക്യൂഷന്റെ വാദം ഒരു ഭാഗത്ത് പരമാവധി ശിക്ഷ എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു, മറുഭാഗത്ത് ഗ്രീഷ്മയ്ക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം. ഇങ്ങനെയാണ് വിനോദ് ഇപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുന്നത്. വിനോദ്, അഭിലാഷ്, കൃത്യമായി ഇപ്പോൾ പ്രതിഭാഗം പറയുന്ന കാര്യങ്ങൾ, ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടായിരുന്നു, ഗ്രീഷ്മ ആത്മഹത്യയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. കാരണം ഷാരോണിന് ഗ്രീഷ്മയെ സംശയമുണ്ടായിരുന്നു. ഇത് ബന്ധം കൂടുതൽ വഷളാക്കി. എന്തിനാണ് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്? അതായത് ആരിലേക്കും ഗ്രീഷ്മ പോകരുത് എന്ന ഒരു ചിന്ത ഷാരോണിന് ഉണ്ടായിരുന്നു എന്നതാണ്. ഈ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഈ ഒരു കൃത്യം നടത്താതെ മറ്റൊന്നും പ്രതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല, ഗ്രീഷ്മയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതായത് ഗതികേട് കൊണ്ട് ഇത് ചെയ്തു. ഷാരോണിന്റെ മാനസികമായ പീഡനം, അല്ലെങ്കിൽ ഷാരോൺ പിന്നാലെ നടന്നു, വലിയ തരത്തിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തു. അവിടെയാണ് ആത്മഹത്യ മാത്രമായിരുന്നു ഗ്രീഷ്മയ്ക്ക് മുന്നിലുണ്ടായിരുന്ന വഴി. ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു സംഭവമാണ് ഇപ്പോൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നത്. അത് പരിഗണിച്ച് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം ഏറ്റവും ഒടുവിലായി കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. അഭിലാഷ്, യെസ്, ഇത്തരം വാദപ്രതിവാദങ്ങൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ വിധി എന്താകും എന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. പ്രണയക്കൊല, അതും അപൂർവങ്ങളിൽ അപൂർവമായ തരത്തിൽ ആയിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ, ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ, മരണക്കിടക്കയിൽ പോലും ഈ പ്രതിയെ അല്ലെങ്കിൽ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. 11 ദിവസത്തോളം അത്യാസന്ന നിലയിൽ ചികിത്സയിൽ ആയിരുന്നതിന് ശേഷം ആണ് ഷാരോൺ മരണപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ മരണമൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലും ഗ്രീഷ്മ ഇത്തരത്തിൽ വിഷം നൽകിയാണ് താൻ അവശനിലയിലായത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായില്ല. മറിച്ച് കഷായവും ജ്യൂസുമെല്ലാം കഴിച്ചിരുന്നു എന്ന് മാത്രമാണ് ഷാരോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. അത് അല്ലെങ്കിൽ ഗ്രീഷ്മയോടുണ്ടായിരുന്ന ഒരു പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. അങ്ങനെ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയെ ആണ് ഇത്തരത്തിൽ കൊല ചെയ്തത്, അതും മറ്റൊരു വിവാഹാലോചന വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ആണ് കോടതിയിൽ വാദം ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഭാഗം തന്നെയാണ് പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെല്ലാമാണ് കൂട്ടിച്ചേർക്കുന്നത് മിഥുൻ? അഭിലാഷ്, ഇപ്പോൾ ഈ കേസിന് മറ്റ് സാഹചര്യ തെളിവുകളില്ല എന്നുള്ള കാര്യം കൂടി ഈ പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റെല്ലാം തന്നെ സാങ്കല്പികമായി മെനഞ്ഞെടുത്ത കാര്യമാണ് എന്നുകൂടി പ്രതിഭാഗം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അതിൽ നമുക്കറിയാം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3-ാം പ്രതിയായിട്ടുള്ള ഈ ഗ്രീഷ്മയുടെ അമ്മാവനെതിരെ ഈ ഒരു തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് മാത്രമാണ് നിലനിൽക്കുന്നത്. അതിൽ ഈ കീടനാശിനി കണ്ടെത്തിയ ആ കുപ്പി അത് വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് വീട്ടിൽ അതിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കുപ്പി മറ്റൊരു വീടിന് കുറച്ച് അകലെയായിട്ടുള്ള ഒരു കാട് പിടിച്ചു കിടക്കുന്ന ആ കുളത്തിന്റെ ഭാഗത്തേക്ക് 3-ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവൻ അവിടെ കൊണ്ട് കളഞ്ഞിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ പ്രതിഭാഗം ചെയ്യുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് മാറ്റിയതാണ്, അല്ലാതെ തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായിരുന്നില്ല എന്നുകൂടി ആണ് ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടന്നതായോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുകളോ ഇല്ല. ഈ കേസിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഷാരോൺ രാജ് ഇത്തരത്തിൽ ഈ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോയത്. അത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് ഭീഷണി നയിച്ചതെന്നാണ് പ്രതിഭാഗം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു കേസിൽ പ്രതിക്ക്
പരമാവധി ശിക്ഷ ഇളവ് ചെയ്ത് നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ കൃത്യമായ കാര്യങ്ങൾ പ്രധാനമായും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വൈകാരികമായ രീതിയിലുള്ള ഒരു വാദമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, ഒരു ചെകുത്താന്റെ മനസ്സാണ്, അത്തരത്തിൽ ചെകുത്താന്റെ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് ഈ ഗ്രീഷ്മ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വീണ്ടും വീണ്ടും വിഷം നൽകി കൊല്ലാനുള്ള മനസ്സ് കാട്ടിയ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദാക്ഷിണ്യവും ഈ പ്രതിക്ക് കോടതി നൽകാൻ പാടില്ല, ഒരു ഇളവും അതുകൊണ്ട് തന്നെ നൽകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ മറ്റൊന്ന്, ഈ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാളി സമൂഹം ഞെട്ടിയൊരു സംഭവമാണ്. സ്നേഹം ഒരു നിഷ്കളങ്കനെ ഇല്ലാതാക്കാൻ ഇനിയെങ്കിലും ഒരു ഉപകരണമാക്കരുത് എന്ന് കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. 11 ദിവസം ഷാരോൺ രാജ് അനുഭവിച്ചത്, അതായത് ഈ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോൺ രാജിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ കഷായം കുടിപ്പിച്ചതിനു ശേഷം ആ വിഷം നൽകിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ പച്ച നിറത്തിലുള്ള നിറത്തിൽ ഷാരോൺ ഛർദ്ദിച്ചിരുന്നു എന്ന് സുഹൃത്ത്, അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഒരു സാഹചര്യ തെളിവായി നമുക്ക് പ്രോസിക്യൂഷന് മുന്നിലേക്ക് വെക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം 11 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷാരോൺ സഹിച്ചത് അതിക്രൂരമായ വേദനയാണ്, സമാനതകളില്ലാത്ത വേദനയാണ് അനുഭവിച്ചത്. ചുണ്ടു മുതൽ മലദ്വാരം വരെ പൊള്ളി രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ നരകിച്ചാണ് ഷാരോണിന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്ത്. അതുകൂടി കണക്കിലെടുക്കണം. അത്തരത്തിൽ ക്രൂര മനസ്സോടെ ചെയ്ത ഒരു കൃത്യമായ ആസൂത്രണം ചെയ്ത് 6 മാസത്തോളം കാലം ആസൂത്രണം ചെയ്ത് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെയായി തെരഞ്ഞ് ഇതിന്റെ സാധ്യതകൾ പഠിച്ചെടുത്ത് പ്രതി ചെയ്ത വലിയ ക്രൂരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഇളവ് അനുവദിക്കാൻ പാടില്ല. പൂർണ്ണമായും ഈ നിയമം അനുശാസിക്കുന്ന വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് പ്രതിഭാഗത്തിന്റെ വാദം തുടരുകയും ചെയ്തത്. പ്രതിഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന വധശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് നൽകേണ്ടത് എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വാദിക്കുമ്പോൾ 22 വയസ്സ് മാത്രമാണ് കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രായം എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകന്റെ വാദം.